بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين ثم ما بعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. പിന്നെ ഇതിന്റെ തുടർച്ചയായിട്ട് ومن أظلم ممن افترى على الله الكذب وهو يدعى إلى الإسلام والله لا يهدي القوم الظالمين يريدون أن يطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ فلما جاءهم بالبينات قالوا هذا سحر مبين. പിന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞത് ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ്. ഇസ്രായേലിയരോട് പറഞ്ഞു നിങ്ങളിലേക്കുള്ള റസൂലാണ്, എൻ്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായും എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്നു പേരുള്ള ഒരു റസൂലിനെ കുറിച്ച് സന്തോഷം വാർത്ത അറിയിക്കുന്നവനുമായിട്ടുമാണ് ഞാൻ നിങ്ങളിലേക്കുള്ള റസൂൽ. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്ത്, അങ്ങനെ ആ സുവിശേഷം പറയപ്പെട്ട റസൂൽ അവരിലേക്ക് വന്നപ്പോൾ ഖാലു അവർ പറഞ്ഞു ഹാദാ ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്ത് ഖാലു ഹാദാ സിഹ്റുൻ മുബീൻ, ഇത് വ്യക്തമായ സിഹ്റാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനാണ് അവിടെ പറഞ്ഞത്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞില്ല, അവിടെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുക്കലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നത് വ്യക്തമായ മാരണമാണ്. ഭൂരിപക്ഷം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അതല്ല. പിന്നെയോ വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്നു പേരുള്ള റസൂലിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടാണ് വന്നത്. ഫലമ്മാ ജാഅഹും, ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട റസൂൽ അവരുടെ അടുക്കൽ വന്നപ്പോൾ, അഥവാ ഇസ്രായേലിന്റെ അടുക്കൽ വന്നപ്പോൾ, അതേപോലെ തന്നെ മക്കക്കാരിലേക്ക് വന്നപ്പോൾ ഖാലു അവർ പറഞ്ഞു ഹാദാ സിഹ്റുൻ മുബീൻ, വ്യക്തമായ പ്രമാണങ്ങളായിട്ടാണ്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിട്ടാണ് വന്നത്. പക്ഷെ ആ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ ഇവർ പറഞ്ഞത് അത് സിഹറാണ് എന്ന് പറഞ്ഞു, വ്യക്തമായ സിഹറാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സിഹർ? അവിടെ വ്യക്തമായ സിഹറാണ് എന്ന് പറഞ്ഞത്, വ്യക്തമായ സിഹറാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവിടെ സിഹർ? ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അറിയപ്പെട്ടൊരു സിഹറുണ്ട്. അറിയപ്പെട്ട സിഹർ എന്താ? കാര്യകാരണ ബന്ധം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നടത്തപ്പെടുന്ന ഉപായ കൃത്യങ്ങൾക്കാണ് സിഹർ എന്ന് പറയുന്നത്. അതായത് കാര്യകാരണ ബന്ധങ്ങൾ അവ്യക്തമായ അറിയാൻ കഴിയാത്ത വിധമുള്ള ഉപായ കൃത്യങ്ങൾ, ഇപ്പൊ കൺകെട്ട്, മായാജാലം, ഇന്ദ്രജാലം എന്നൊക്കെ പറയുന്ന അതിനൊക്കെ സിഹിർ എന്ന് പറയും. കാരണം എന്താ? അതിന്റെ കാര്യകാരണ ബന്ധം എന്ത് എന്ന് അറിയിക്കാത്ത രീതിയിലാണ് അതിന്റെ ആളുകൾ അത് ചെയ്യുക. അത് പിന്നെ ഈ മായാജാലം നടത്തുന്നവർ, മാജിക് ഷോ കാണിക്കുന്നവർ അങ്ങനെ ചെയ്യും. ഇപ്പൊ അറബി ഭാഷയിൽ ഈ മജീഷ്യന്മാർ ചെയ്യുന്ന വേലകൾക്ക് എന്ത് പറയും? സിഹിർ എന്ന് പറയും. കാരണം എന്താണ്? അതിലെ കൈക്രിയകൾ, അവരുടെ കൈവിരുദ്ധ ഉണ്ടല്ലോ, അത് ആളുകളുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചിട്ടാണ് അവർ ചെയ്യുക. ഇതേപോലെ ഈ ഉറുക്ക് നറുക്കുകൾ, പിന്നെ അതേപോലെ തകിടിന്റെ ആളുകൾ, പണിക്കന്മാർ, ഇവരൊക്കെ ചെയ്യും. അലൈക്കും സലാം. പിന്നെ വേലകൾ ചെയ്യും, പൈശാചിക വേലത്തരങ്ങൾ, അതേപോലെ തന്നെ ജിന്നിനെ സേവക്ക് ഉപയോഗിച്ചിട്ടുള്ള വേലത്തരങ്ങളൊക്കെ ചെയ്യും. അതിൻ്റെയും പ്രത്യേകത എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾ വ്യക്തമാവില്ല. അങ്ങനെയുള്ള ചില ഉപായ കൃത്യങ്ങളാണ്. അപ്പൊ അതിനും സിഹിർ എന്ന് പറയും. സിഹിറിന് ഒരു ഇനമല്ല, പിന്നെ സിഹിറിന് പല ഇനങ്ങളുണ്ട്. ഇമാം റാസി അതിന്റെ 15 ഇനങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അത് നിർവഹിക്കുന്ന രീതികൾ, അതേപോലെ തന്നെ അതിന്റെ ശൈലികൾ, അതിന്റെ പ്രകട രൂപങ്ങൾ
അതിന്റെ സ്വാധീനങ്ങൾ, ഇതൊക്കെ പരിഗണിച്ചിട്ട് അത് പല നിലക്കാണ് സിഹർ. ഏതായാലും സിഹർ എന്ത് തന്നെ ആയാലും, അപ്പൊ അതിൽ മാജിക് ഷോ ഉണ്ട്. മാജിക് ഷോയിൽ വെറും കൺകെട്ടും അതേപോലെ തന്നെ ആളുകളെ ചതിയിലകപ്പെടുത്തലാണ്. ചിലതൊക്കെ സിഹറിൽ പൈശാചിക സേവയാണ്, ജിന്ന് സേവ, പൈശാചിക സേവയാണ്. അപ്പോ വിശ്വാസപരമായ ആളുകളെ അപകടത്തിൽപ്പെടുത്തുന്നുണ്ട്, അതേപോലെ തന്നെ ഭൗതികമായി മനുഷ്യന്മാരെ ചതിയിൽപ്പെടുത്തുന്നതുണ്ട്. മാജിക് ഷോയിലും മറ്റൊക്കെ അങ്ങനെയാണുള്ളത്, ഭൗതികമായിട്ടുള്ള ചതി പ്രയോഗങ്ങളാണ്. ഹിപ്നോട്ടിസം പോലുള്ളതിൽ അതിനെ സിഹറിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഹിപ്നോട്ടിസം എന്താണ്? സിഹറാണ്. അതിലും എന്താണ് പിന്നെ ശരിക്ക് പിന്നെ ഒരു തരം ആളുകളെ ചതിയിൽപ്പെടുത്തലുണ്ട്. അതേപോലെ തന്നെ അതിൽ പിന്നെ പല അതുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തിയ ആളുകൾ പറയുന്നത് ഒരു തരം പൈശാചിക സേവ അതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. ഷെയ്ഖ് അൽബാനിയെ പോലുള്ളതായ പണ്ഡിതന്മാർ ഈ സിഹറുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന് ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിൽ പറയുന്നത് അതിൽ പിന്നെ ജിന്നിനോട് സഹായാർത്ഥന നടത്തിക്കൊണ്ടുള്ളതായ ഒരു തരം വേലത്തരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാരിൽ പലരും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ ഉസ്മാൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളതായ പണ്ഡിതന്മാർ പിന്നെ ഈ ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പഠനം നടത്തിയവരാണ്. ഒരു തരം സേവ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളിടത്താണ് അവരെത്തിയിട്ടുള്ളത്. ഏതായാലും കാര്യകാരണ ബന്ധം അവ്യക്തമായ നിലക്കുള്ള ഉപായ കൃത്യങ്ങളാണ് സിഹർ. അത് പല പേരുകളിലാണുള്ളത്, അതിന് പല പ്രകടന രൂപങ്ങളും അതേപോലെ തന്നെ അതിന് പല രീതികളുമാണ് അത് പ്രയോഗിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ എല്ലാം ശിർക്കാണെന്നും എല്ലാം സിഹറാണ് അല്ലെങ്കിൽ എല്ലാം കുഫറാണ് എന്നും വിധിക്കാൻ കഴിയില്ലെങ്കിലും സിഹറിന്റെ എല്ലാ വകുപ്പുകളും ഇസ്ലാമികമായി പൊരുത്തപ്പെടുന്നതല്ല, മുസ്ലിമീങ്ങൾക്ക് യോജിച്ച പരിപാടിയല്ല. അതാണ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, സിഹറിന് പല ഇനങ്ങളുണ്ട്, എല്ലാം കുഫറാണ് ശിർക്കാണ് എന്ന് വിധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങൾക്കും പറ്റാത്തതാണ് എന്ത് എല്ലാം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമാണ്. കാരണം ഇപ്പൊ മാജിക് ഷോ അവതരിപ്പിക്കുന്നവർ ചിലപ്പോ ചില മുസ്ലിം നാമധാരികളൊക്കെ അത് അവതരിപ്പിക്കലുണ്ട്. അവര് കൈക്രിയകളാണ് നടത്തുന്നത്, അതിൽ ജിന്നി സേവ ശൈത്താൻ സേവയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, ചില കൈക്രിയകളാണ്. പക്ഷെ ആ കൈക്രിയകൾ തന്നെയും എന്താണ് മറ്റുള്ളവരെ കബളിപ്പിക്കലും ചതിക്കലുമാണ്. അത് ഇസ്ലാമികമായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ എല്ലാത്തിനും കുഫറിന്റെയും ശിർക്കിന്റെയും ഹുക്മ് പറയാൻ കഴിയില്ലെങ്കിലും ശിർക്കായ കുഫറായ സിഹറിന്റെ രീതികളുണ്ട്. എല്ലാം അത് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും അതായത് ഇസ്ലാമികമായി പാടുള്ള ഒരു സംഗതിയല്ല എന്ത് സിഹർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫലമ്മ ജാഅഹും ബിൽ ബയ്യിനാത്ത്, ആളുകളുടെ അടുക്കലേക്ക് ബയ്യിനാത്തുകളുമായി വന്നപ്പോൾ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, പ്രമാണങ്ങൾ ഇതുമായി വന്നപ്പോൾ ഖാലു, ആരുടെ അടുക്കലേക്കാണോ പ്രവാചകൻ വന്നത്? വിശിഷ്യ അതിൽ വേദക്കാർ, അതായത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സുവിശേഷം പറഞ്ഞ വേദക്കാർ, അവരുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അവർ പറഞ്ഞു ഹാദാ സിഹ്റുൻ മുബീൻ, ഇത് വ്യക്തമായ സിഹറാകുന്നു. അപ്പൊ ആ സിഹറാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സിഹറിന് വേറൊരു തലമുണ്ട്. ഇപ്പൊ ഈ പറയപ്പെട്ടതല്ല, അത് വേറെ തലമുണ്ട്. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന മിനൽ ബയാനി സിഹ്റ, സാഹിത്യത്തിൽ എന്തുണ്ട്? ഒരു സിഹറുണ്ട്. എന്താ? ഒരുതരം മാസ്മരികത, ആളുകളെ വശീകരിക്കുന്ന ഒരുതരം മാസ്മരിക വശം ഏതിലുണ്ട്? സാഹിത്യത്തിലുണ്ട്. അന്ന് അറേബ്യൻ ജനതയുടെ പ്രത്യേകത അതായിരുന്നു, അവർ സാഹിത്യത്തിലൂടെ, അത് ഗദ്യമായും പദ്യമായും, ചിലർ വളരെ കുറഞ്ഞ ആളുകൾ ഗദ്യത്തിലൂടെ ആളുകളെ എന്ത് ചെയ്തിരുന്നു? വശീകരിച്ചിരുന്നു. മറ്റു പലരും പദ്യങ്ങളിലൂടെയായിരുന്നു എന്ത് ചെയ്തത്? ആളുകളുടെ മനസ്സ് കവർന്നിരുന്ന ആളുകളെ വശീകരിച്ചിരുന്നത്. അപ്പോ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സാഹിത്യത്തിൽ എന്തുണ്ട്? സിഹറുണ്ട്, ഒരുതരം മാസ്മരികത. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിനെ കുറിച്ച് അവർ പറഞ്ഞത് എന്താണ്? അത് സിഹറാണ് എന്നാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് ഹിജ്റ കഴിഞ്ഞ് മടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബയുടെയും ശൈബയുടെയും ഒരു തോട്ടമുണ്ടായിരുന്നു ഖർനു സആലിബ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ ഖർനു സആലിബിൽ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടത്തിലേക്കാണ് അഭയം പ്രാപിച്ചത്, ഇവരുടെ തായിഫുകാരുടെ ഏറിൽ നിന്നും കൂക്കുവിളിയിൽ നിന്നും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വേദനയിൽ ആ തോട്ടത്തിലിരിക്കുമ്പോഴാണ് അബ്ദാസ് വരുന്നത്. അപ്പൊ അബ്ദാസ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ആ പരിചയപ്പെടുന്ന ആ സമയം
ഒത്തുബയും ഷൈബയും അല്പം മുന്തിരി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്തിരി കൊടുത്തപ്പോൾ റസൂലുള്ളാഹി അത് ബിസ്മിയെ ചൊല്ലി തിന്നപ്പോൾ അദ്ദാസിന് ആശ്ചര്യം, ഈ നാട്ടുകാർ പറയാത്തൊരു വചനമാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു അദ്ദാസിനോട്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പേര്? അപ്പോൾ പറഞ്ഞു, ഞാൻ അദ്ദാസിൻ്റെ നാട്, ഞാൻ അദ്ദാസിൻ്റെ പേര്, ഞാൻ നീനവേ ദേശത്തുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ നീനവേ ദേശത്തുകാരൻ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, യൂനിസ് ബിൻ മത്തായിയുടെ നാടാണോ? അപ്പോൾ പിന്നെ അദ്ദാസ് ചോദിച്ചു, യൂനിസ് ബിൻ മത്തായി നിങ്ങളെ എങ്ങനെ അറിയും, നിങ്ങളെങ്ങനെ യൂനിസ് ബിൻ? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം പ്രവാചകനാണ്, ഞാനും പ്രവാചകനാണ്, ഞങ്ങൾ പ്രവാചകന്മാർ സഹോദരങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദാസ് പ്രവാചകന്റെ കാൽ കീഴിൽ വീണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല് മുതൽ തല വരെ തുരുതുരാ ചുംബിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ ഒത്തുബയും ഷൈബയും പറയുന്നുണ്ട്, നമ്മളുടെ ഭൃത്യനെ മുഹമ്മദിന്റെ മാസ്മരിക വലയത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ അദ്ദാസിനെ തിരിച്ചു വിളിച്ചവർ. അപ്പൊ അദ്ദാസ് ഉസ്ബയുടെയും ഷൈബയുടെയും അടുക്കലെത്തിയപ്പോൾ മുഹമ്മദ് നിന്നെ അവന്റെ സംസാരത്തിലൂടെ സിഹ്ർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്ത് സിഹ്റ? അത് ആദ്യം പറഞ്ഞ സിഹ്റല്ല, പിന്നെയോ ഈ സംസാരിച്ച് വശീകരിച്ച് വലയിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ അറബി സാഹിത്യത്തിൽ കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ അറബികൾ അതിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ സഹറത്തു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ അദ്ദാസ് അവിടെ വെച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ശരിക്കും. പിന്നെ ചരിത്രം കുറെ കഴിഞ്ഞ് ബദർ യുദ്ധം നടക്കാൻ ഉള്ള വേളയിൽ പിന്നെ ഉത്ബയും ഷൈബയും വന്നിട്ട് അദ്ദാസിനെ വിളിക്കുന്നുണ്ട് ബദർ യുദ്ധത്തിന്. കാരണം മക്കാരെന്ത് ചെയ്തിരുന്നു, മക്കാരൊക്കെ ബദറിൽ പങ്കെടുത്തിരുന്നു മുസ്ലിം മതങ്ങൾക്കെതിരിൽ, അവരുടെ അടിമകളെയും പങ്കെടുപ്പിച്ചിരുന്നു. അപ്പൊ അദ്ദാസിനെ ക്ഷണിച്ചപ്പോൾ അദ്ദാസ് പറഞ്ഞത്, പണ്ട് നമ്മൾ മുന്തിരി കൊല സമ്മാനിച്ച ആ വ്യക്തിയോടാണോ നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത്? അപ്പോൾ ഉത്ബയും ഷൈബയും അതെ. അപ്പോൾ ഉത്ബയും ഷൈബയും യോടും അദ്ദാസ് പറഞ്ഞു, പർവ്വതത്തിന് പോലും ആ വ്യക്തിയുടെ മുമ്പിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല, നിങ്ങൾ അയാളോട് യുദ്ധത്തിന് പോകരുത് എന്ന് പറയും. അപ്പോഴും ഉത്ബയും ഷൈബയും പറയുന്നുണ്ട്, പണ്ട് മുഹമ്മദ് തീർത്ത ആ മാസ്മരിക, മുഹമ്മദിന്റെ സംസാരം തീർത്ത മാസ്മരിക വലയത്തിലാണ് അദ്ദാസ് നീയുള്ളത് എന്ന് പറയും. അപ്പൊ ഇവിടെ അവിടെയൊക്കെ പ്രയോഗിക്കുന്നത് ഈ സിഹ്റാണ്. അപ്പോ പിന്നെ ഗദ്യത്തിലൂടെയും പദ്യത്തിലൂടെയും അറബി സാഹിത്യത്തിലൂടെ പിന്നെ ആളുകളെ മനം കവരുന്ന വശീകരിക്കുന്ന പ്രവണത അന്നുണ്ടായിരുന്നു. ഇപ്പൊ പലരും പറഞ്ഞത് ഈ നബിസ്വല്ലല്ലാഹു തങ്ങൾ ബയ്യിനാത്തുമായി വന്നപ്പോൾ ഖാലു അവര് പറഞ്ഞു ഹാദാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ സിഹ്റാകുന്നു. രണ്ട് സിഹറും ഉണ്ടായിരുന്നു അന്ന്, രണ്ട് സിഹറും നിലവിലുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾ അറിയുവാൻ പ്രയാസകരമായ ഉപായ കൃത്യങ്ങൾ, അങ്ങനെ ഉള്ള സിഹ്റുണ്ടായിരുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതാണ് ഇവിടെ ഉദ്ദേശം, കാരണം അന്ന് അതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹിര്യങ്ങളെടുത്തേക്ക് പോകരുത്, സാഹിര്യങ്ങളെ വിശ്വസിക്കരുത്, സാഹിര്യങ്ങളെടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ 40 നാളിലെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, സാഹിര്യങ്ങൾ പറയുന്നത് വിശ്വസിച്ചാൽ അവർ മുഹമ്മദിനെ അവതരിപ്പിച്ച ദീനിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി പറയാൻ കാരണം എന്താ? അവിടെ സിഹിർ നടത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു, സാഹിര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ അഭിപ്രായം പറഞ്ഞവരുണ്ട്, അതാ സിഹ്ർ മുബീൻ എന്നുള്ള ഉദ്ദേശം ആ സിഹറാണ്. വേറെ ചിലർ പറഞ്ഞില്ല, സിഹർ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, പിന്നെ സാഹിത്യത്തിലൂടെയുള്ള പിന്നെ വശീകരിക്കൽ, സാഹിത്യ ശൈലിയിലുള്ള ആ മാസ്മരികതയിൽ ആളെ തളയ്ക്കൽ, അതാണ് അതിന്റെ ഉദ്ദേശം. എന്തായാലും അതിൽ പിന്നെ പ്രശ്നമല്ല, കാരണം വൈരുദ്ധ്യല്ല, പിന്നെ വ്യത്യസ്ത ആശയങ്ങളാണ് പ്രയോഗങ്ങൾ അറിയിക്കുന്നത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ് വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ. വമൻ, വാവ് അവിടെ ഇസ്തിനാഫിയാണ്, പുതിയ ആശയം പറഞ്ഞു തുടങ്ങുന്നു എന്ന അർത്ഥത്തിൽ. മൻ അദ്ലമു, മൻ ഇസ്തിഫാമാണ്, ആരാണ്? ഇസ്തിഫാമിന്റെ മൻ ആരാണ്, ആരാണെന്നുള്ള ചോദ്യമാണ്. അബ്ലം എന്ന് പറഞ്ഞാല് ദുൽമിൽ നിന്നുള്ള ഇസ്മു തഫ്ദീൽ, സൂപ്പർലേറ്റീവ് ഡിഗ്രി തന്നെ, ഏറ്റവും വലിയ അക്രമി. മൻ അബ്ലമു, ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ, മിൻ പിന്നെ മന്നാണ്, അതാണ് മിമ്മൻ. മെൻ പറഞ്ഞാൽ ഇവിടെ ഇത് ഇസ്മുൽ ജർ, ഒരു സംഗതിയിൽ നിന്ന് അല്ലെങ്കിൽ സംഗതിയോട് എന്നുള്ള അർത്ഥത്തിൽ. മെൻ പറഞ്ഞാൽ അവിടെ മൗസൂലാണ്, ഒരുവൻ. മിമ്മൻ പറഞ്ഞാൽ ഒരുവനേക്കാൾ,
അപ്പൊ മൻ അബുലമു മിമ്മൻ, ഒരുവനേക്കാൾ വലിയ അക്രമി ആരാണ്? മൻ. ഈ മൻ ഇസ്മു മൗസൂലിന്റെ സിഫത്താണ് പിന്നെ പറയുന്നത്. ഇഫ്തറ അലല്ലാഹ് അൽ കദിബ്. ഇഫ്തറ ഇഫ്തറ എന്ന് പറഞ്ഞാൽ ഇഖ്തറ ആണ്, കെട്ടിച്ചമക്കുക. ഇഖ്തറ അൽ കദിബ്, കളവ് കെട്ടിച്ചമക്കുന്നതിനാണ് ശരിക്കും ഇഫ്തറ എന്ന് പറയാം. ഇഖ്തറ പടച്ചുണ്ടാക്കുക, നിർമ്മിക്കുക. ഫറ ഫറ യഫ്രി, ഫറ ആണ്. ഇത് ഇഫ്താല വസ്നാണ്, അതിൽ പെട്ടതാണ് ഈ തായും ഹംസയും. ഇഫ്തറ ഫിരിയസ് ഫറ. ഇഫ്തറ എന്ന് പറഞ്ഞാൽ ഇഖ്തറ, കെട്ടിയുണ്ടാക്കി, പടച്ചുണ്ടാക്കി. ആര്? അലല്ലാഹ്, അള്ളാഹുവെ കുറിച്ച്. എന്ത്? അൽ കദീബ്, കളവ്. കളവ്. അപ്പൊ മൻ അബ്ലമു, ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ, ഒരുവനേക്കാൾ. ഇഫ്തറ, അവൻ കെട്ടിപ്പടച്ചു, നിർമ്മിച്ചു. അലല്ലാ, അള്ളാഹുവെ കുറിച്ച്. അൽ കദീബ്, കളവ്. അപ്പൊ അള്ളാഹുവെ കുറിച്ച് കളവ് നിർമ്മിച്ചുണ്ടാക്കിയവനേക്കാൾ വലിയ അക്രമി ആരാണ്? ഈ മൻ ഇസ്തിഫാമാണ്, അതേപോലെ ഇസ്തിഫാം ഇൻകാരിയാണ്. എന്നാൽ ആ ചോദ്യം ഒരു കാര്യം സ്ഥാപിക്കാനല്ല, പിന്നെ ഒരു കാര്യം നിരാകരിക്കാനാണ്. എന്ന് പറഞ്ഞാൽ എന്താ? മൻ അബലമു എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഏറ്റവും വലിയ അക്രമിയായിട്ട് ആരും ഇല്ല എന്നർത്ഥം. ഇയാൾ തന്നെയാണ് ഏറ്റവും വലിയ അക്രമി എന്നുള്ളത്. അപ്പൊ ഇസ്തിഫാം ഇൻകാരി എന്നാണ് അതിന് പറയാം. അപ്പൊ മൻ അബലമു മിമ്മനിക്കറാണ് അള്ളാഹ് എനിക്കത്. അള്ളാഹുവെ കുറിച്ച് കളവ് കെട്ടിയുണ്ടാക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് വെച്ചാൽ ആരുമില്ല എന്നർത്ഥം. ഇവനാണ് ഏറ്റവും വലിയ അക്രമി, വേറെ ആരുമില്ല. വഹുവ യുദ്അ ഇലൽ ഇസ്ലാം. വഹുവ വാവ് ഹാൽ, വാവുൽ ഹാലാണ്. ഹുവ അവൻ, യുദ്അ യുദ്അ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കപ്പെടുന്നു. ദഅ ക്ഷണിച്ചു, യദഉ ക്ഷണിക്കുന്നു, യുദ്അ ക്ഷണിക്കപ്പെടുന്നു. വഹുവ അവൻ, യുദ്അ ക്ഷണിക്കപ്പെടുന്നു, ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക്. ഈ ഹുവ എന്നുള്ള വ്യക്തി ഇവിടെ കളവ് കെട്ടിയുണ്ടാക്കുന്നവനല്ലേ അവൻ. അപ്പൊ കളവ് കെട്ടിയുണ്ടാക്കുന്ന ഈ വ്യക്തി യുദ്ധ അവൻ ക്ഷണിക്കപ്പെടുന്ന ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക്. ആ അവസ്ഥയിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? അള്ളാഹിനെ കുറിച്ച് കളവ് പറയുന്നത്. അപ്പോ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്നവനായിരിക്കെ ആ അവസ്ഥയിൽ അള്ളാഹുവെ കുറിച്ച് വ്യാജം കെട്ടിയുണ്ടാക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. വല്ലാഹ് വാവിസ്തീനാത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യഹ്ദി, അള്ളാഹു ഹിദായത്ത് ഏകുകയില്ല. ആർക്ക്? അൽ ഖൗം അബ്ബാലിമീൻ, ബാലിമീങ്ങളായ അക്രമിക്ക്. ബാലിമീൻ എന്നാണ് ഗുൽമിൽ തുടരുന്നവർ എന്നാണ് അർത്ഥം. അപ്പൊ ഗുൽമിൽ, അക്രമത്തിൽ, അന്യായത്തിൽ തുടരുന്ന ജനതക്ക് അള്ളാഹു ഹിദായത്ത് ഏകുകയില്ല. ഗുൽമിൽ നിന്ന് തിരിഞ്ഞ് തൗബ ചെയ്യാൻ ഉള്ള മനസ്സുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? അള്ളാഹു ഹിദായത്ത് നൽകും. ഒരാൾ തനിക്ക് ഗുൽമ മതി എന്ന് പറഞ്ഞ് ഗുൽമിൽ പോവുകയാണെങ്കിലും അവരെ നിർബന്ധിച്ച് ഹിദായത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അള്ളാന്റെ ജോലിയല്ല. അത് മതിയാക്കിയിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുക്ക് ഹിദായത്ത് നൽകും. ഗുൽമിൽ തന്നെ തുടരുന്നവരെ നിർബന്ധിച്ച് അള്ളാഹു എന്ത് ചെയ്യൂല? ഹിദായത്തിലേക്ക് കൊണ്ടുവരില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യഹ്ദി, ഹിദായത്തിലാക്കുകയില്ല, നേർമാർഗത്തിലാക്കുകയില്ല. ആരെ? അൽ ഖൗം അമ്മാലിമീൻ, മാലിമീങ്ങളായ ജനതയെ, അക്രമികളായ ജനതയെ. ഈ മാലിമീൻ എന്നുള്ള ഇസ്മു ഫാഇൽ പ്രയോഗിച്ചതിന്റെ അർത്ഥം അവരെന്ത് ചെയ്യാണ്? ഗുൽമിൽ തുടരുകയാണ്. ഗുൽമ മതിയാക്കി പഠിച്ചവരിലേക്ക് മടങ്ങുന്ന അവസ്ഥ ഉണ്ടായാൽ അള്ളാഹു ഹിദായത്തിന്റെ കവാടം തുറക്കും. അതേസമയം ഗുൽമ തനിക്ക് മതി എന്ന് പറഞ്ഞ് അതിൽ തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ അള്ളാഹു നിർബന്ധിച്ച് ഹിദായത്തിലേക്ക് കൊണ്ടുവരില്ല. അത് അള്ളാഹുന്റെ ചെയ്യണ സംഗതിയല്ല. ഇപ്പൊ ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അവസ്ഥയിലായിരിക്കെ അള്ളാഹുവിനെ കുറിച്ച് വ്യാജം കെട്ടിയുണ്ടാക്കുന്നതിനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടായത്തുകളെ തുടർന്നിട്ട് ഇത് പറഞ്ഞത്? ഇപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൈവത്തിനെ കുറിച്ചും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ദൈവത്തിനെ കുറിച്ചാണ് തൊട്ട് മുമ്പിൽ പറഞ്ഞത്. എന്നിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ഈ ആയത്ത് പറയുന്നത്. അപ്പൊ എന്താ ഇതിന് ബന്ധം?
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തി, അതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും ദഅവത്ത് നടത്തി. പക്ഷെ അവർ അള്ളാഹുവിനെ കുറിച്ച് കളവാണ് കെട്ടി പറഞ്ഞത്. എന്താ അവർ പറഞ്ഞ വ്യാജം? ഇസ്രായേലിയർ എന്താ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്? അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിന്റെ മകനാണെന്ന് പറഞ്ഞു. ഇസ്രാ പ്രവാചകൻ അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു. അത് ജൂതന്മാരും പറഞ്ഞു, അതേപോലെ തന്നെ നസാറാക്കളും പറഞ്ഞു. ഇതേപോലെ അള്ളാഹുവിനെ കുറിച്ച് കുറേ വ്യാജാരോപണങ്ങൾ നടത്തിയിട്ടുണ്ടാര് വേദത്തിലെ ആളുകളായ ആളുകൾ. അവര് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ അള്ളാഹു ഫക്കീറാണ്, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ അള്ളാഹു പിശുക്കനാണ്, ഇങ്ങനെ കുറേ ആരോപണങ്ങളുണ്ട്. അപ്പോ തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അവസ്ഥയിലായിരിക്കും അള്ളാഹുവിനെ കുറിച്ച് വ്യാജം കെട്ടി നിർമ്മിക്കുന്നവരെക്കാൾ വലിയ അക്രമിയായിട്ട് ആരാണെന്ന് പറഞ്ഞാൽ ആരുമില്ല. അവരാണ് ഏറ്റവും വലിയ അക്രമികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ അക്രമികളായി തുടരുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുകയില്ല. അതേസമയം അക്രമം മതിയാക്കി തൗബയിലേക്കുള്ള മനസ്സ് അവർക്കുണ്ടെങ്കിൽ അത്തരക്കാർക്കാണ് അള്ളാഹു അവരുടെ ഹിദായത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ് ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അവസ്ഥയിൽ, അതായത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അവസ്ഥയിൽ ശരിക്കും നബിമാരെന്ത് ചെയ്യാൻ? നബിമാരെ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവർക്ക് യാതൊരു പഴുതുമില്ലാത്ത വിധാനം എന്ത് ചെയ്യുന്നത്? അവരുടെ മുമ്പിൽ ഇസ്ലാം എന്ത് ചെയ്യുന്നത്? സമർപ്പിക്കപ്പെടുന്നത്. അള്ളാഹു നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഈ അവതരിപ്പിക്കുന്ന വ്യക്തി പ്രവാചകനാണ് എന്നുള്ളതിന് കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് കുറേ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് കുറേ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് കുറേ ദൃഷ്ടാന്തങ്ങൾ ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ആ അവസ്ഥയിൽ പിന്നെ അള്ളാഹുവിനെ കുറിച്ച് വ്യാജം കെട്ടിച്ച് നമുക്കെന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ തങ്ങളുടെ മുമ്പിൽ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ കണ്ണടച്ചിട്ട് എന്ത് ചെയ്യുന്നത്? വീണ്ടും അവർ വ്യാജം കെട്ടി പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഏറ്റവും വലിയ അക്രമികൾ എന്ന് പറയുന്നത്. ഒരു പിൽക്കാലക്കാരനെ പോലെയല്ല ഇത്. പിന്നെ അവർക്കിടയിൽ പ്രവാചകനുണ്ട്, അവരാവശ്യപ്പെടുന്നതായ പ്രമാണങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യണം? അവർ അന്യായവും അക്രമവും ചെയ്യണമെന്ന് അർത്ഥം. അതുകൊണ്ടാണ് അവർക്കുള്ള ശിക്ഷ കഠിനമാണ്. ഇപ്പോൾ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത സമൂദ് ഗോത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ ശിക്ഷ കഠിനമാകാനുള്ള കാരണം പറയുമ്പോൾ കാണാം, അവരാവശ്യപ്പെടുന്നത് എന്താണെന്നൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്ന രീതിയിൽ അവർ പറഞ്ഞ്, സാലിഹ് നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ പർവ്വതം അത് പിളർന്ന് അതിന്റെ പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകം പുറത്തു വരണം. ആ ഒട്ടകം അതിന് രോമാവൃതമായ ഒട്ടകമായിരിക്കണം, അതിന് ചുവന്ന രോമമായിരിക്കണം, അതേപോലെ തന്നെ അത് പൂർണ്ണ ഗർഭിണിയായിരിക്കണം. അത് ഈ സമൂഹ ഗോത്രത്തിന് മുഴുവൻ വെള്ളം കുടിക്കാൻ ഒരു വലിയ കിണറുണ്ടായിരുന്നു, അതിനായിരുന്നു അവരെല്ലാവരും വെള്ളം കുടിച്ചിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ ആ ഒട്ടകം ഈ കിണറ്റിലെ വെള്ളം മുഴുവൻ കുടിക്കുന്ന രീതി അത് വിമാകാരിയായിരിക്കണം, അതിന് ഒരു ദിവസത്തെ വെള്ളം പിന്നത്തെ ദിവസം ആളുകൾ കുടിക്കുക. ഇങ്ങനെ അവർ പല വസ്തുക്കളും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അവർ പ്രവാചകനോട് എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരാവശ്യപ്പെട്ട രീതിയിലുള്ള അവർക്കുള്ള തെളിവ് നൽകി. അവരോട് പറഞ്ഞ എല്ലാവരോടും വന്നിക്കാൻ പറഞ്ഞ് അവരുടെ മുമ്പിൽ അവരാവശ്യപ്പെട്ട ആ കുന്നുണ്ട്, ആ മലയുണ്ട്, അത് പാറമലയാണ്. അങ്ങനെ അവർ നോക്കി നിൽക്കുകയാണ്. പാറ പിളർന്ന ആ ഒട്ടകം പുറത്തു വന്നത് പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം. അങ്ങനെ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ ഫദറൂഹാ തഅകുൽ ഫീ അർദില്ലാഹി വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഖുദകും ബിഅദാബിൻ അലീം. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം. അള്ളാഹുവിന്റെ ഒട്ടകം വന്നിരിക്കുന്നു, അത് അള്ളാഹുവിന്റെ ഭൂമിയിൽ മേഞ്ഞ് നടക്കട്ടെ, നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത്. അങ്ങനെ അതിനെ നിങ്ങൾ ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ നോവേറിയ ശിക്ഷ നിങ്ങൾക്ക് പിടിപെടും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ രീതിയിലുള്ള ദൃഷ്ടാന്തം വന്ന് എന്തിന്? ആ പ്രവാചകനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെന്ത് ചെയ്ത്? പിന്നെ അള്ളാഹുവിനെ കളവാക്കി, പ്രവാചകനെ അവിശ്വസിച്ച് അള്ളാഹു പറഞ്ഞ ആ ഒട്ടകത്തെ തൊടരുത്. ഇവരെന്ത് ചെയ്ത്? ആ ഒട്ടകത്തിന്റെ മുൻകാല് വെട്ടി അതിനെ അറുത്ത്. ഒട്ടകം പ്രസവിച്ച് അതിന്റെ കുട്ടി മറന്നു, ഓടി മറന്നു. ഏതായാലും അതുകൊണ്ട് തന്നെ അവർക്ക് വന്ന ശിക്ഷ നോക്കി, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 ദിവസം നിങ്ങൾക്കുണ്ട്, 3 ദിവസത്തിലേറെ നിങ്ങൾക്കിവിടെ ഈ ജീവിതമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ നിറം മാറി അവർക്ക് ഉറപ്പായി ശിക്ഷ വരുന്നു. അതുകൊണ്ട് തന്നെ അവരവരുടെ ഭവനങ്ങളിൽ പോയി ഒളിച്ച്. അപ്പോൾ അവർക്ക് നേരെ ഘോര ശബ്ദം വന്ന് പിന്നീട് കൊടിയ പ്രകമ്പനായിരുന്നു. മനസ്സിലായി? പിന്നെ
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നൊരു അട്ടഹാസാണ് അവരെ നോക്കിയിട്ട് അതോടുകൂടി അവരുടെ ഭവനങ്ങളിൽ അവരുടെ ഭവനങ്ങളിൽ അവർ ജീവനറ്റ് വീഴുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് പ്രവാചകന്മാർ പ്രമാണങ്ങളെ അവതരിപ്പിച്ചിട്ട് ക്ഷണിക്കപ്പെടുന്ന വേളയിൽ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുമെന്ന് പറഞ്ഞാൽ അത് വലിയ അക്രമമാണ്. പിന്നെ അതിനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അക്രമമാണ്. അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇസ്ലാം. ഈ വാവുൽ ഹാലാണ്, അതായത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുക എന്ന് പറഞ്ഞാൽ അത്തരം മനുഷ്യന്മാർ ഏറ്റവും വലിയ അക്രമികളാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൻ ളാലിമീൻ. വഹുവ അവൻ എന്ന് പറഞ്ഞാൽ ഈ വ്യാജം കെട്ടിയുണ്ടാക്കുന്നതായ അക്രമി, ക്ഷണിക്കപ്പെടുന്ന വ്യക്തി. വമൻ അബ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമിയായിട്ടുള്ളത്? മിമ്മൻ ഇഫ്തറ അലല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അൽ കദിബ്, വ്യാജം കെട്ടിയുണ്ടാക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? വഹുവ അവനാകട്ടെ എന്ന് പറഞ്ഞാൽ ഈ കെട്ടിയുണ്ടാക്കുന്നവൻ യുദ്ആ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. അവൻ ക്ഷണിക്കുന്നു എന്നല്ല, പിന്നെ അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന വേളയിൽ അവന് അള്ളാഹിനെ കുറിച്ച് വ്യാജം പറയാം. അപ്പൊ അത്തരം മനുഷ്യന്മാരെക്കാൾ വലിയ അക്രമി ആരുണ്ട്? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൻ ളാലിമീൻ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. യുരീദൂൻ അവർ ഉദ്ദേശിക്കുന്നു, ലിയുത്ഫിഉ നൂറല്ലാഹ് അള്ളാഹുവിന്റെ നൂറിനെ കെടുത്തുവാൻ. അവിടെ അത്ഫ എന്ന് പറഞ്ഞാൽ അതാണ് ഇതിന്റെ ക്രിയ. അത്ഫ എന്ന് പറഞ്ഞാൽ ഊതിക്കെടുത്ത്, കെടുത്തുക. ഇതാണ് ദിഫാ, ഡിഫൻസ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദിഫാഉൽ മദനി. അത് ഇവരുടെ ജോലിയാണിത്, ഇവരുടെ ജോലിയിൽ പെട്ടതാണിത്, കെടുത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു സഫായ ഉണ്ടല്ലോ, സഫായായിട്ട് വരുന്നത്. ദിഫാഉൽ മദനിന്റെ ജോലിയാണിത്. അത്ഫ എന്ന് പറഞ്ഞാൽ കെടുത്തി. യുത്ഫിഉ കെടുത്തുന്നു, യുത്ഫിഊന അവർ കെടുത്തുന്നു, യുത്ഫിഊന അവർ കെടുത്തുന്നു. അതിന് മുമ്പിൽ ലാമ് വന്ന്, ലാമു തഅലീൽ എന്നതിന് പറയാം. ഈ ലാമു തഅലീലിന്റെ പ്രത്യേകത വ്യാകരണം പഠിച്ചവർ പറയലെങ്ങനെ, ലാമു തഅലീലിന് ശേഷം അന്ന് മുതുമറായിട്ട് മുബാരിയായ ഫീലിന് നസ്ബ് ചെയ്യും എന്നാണ്. ഇവിടെ യുത്ഫിഊന എന്ന് പറയുമ്പോൾ നൂനിനെ കളയൽ കൊണ്ടാണ് നസ്ബ്. അതുകൊണ്ടാണ് യുത്ഫിഉ, ലി യുത്ഫിഉ, കെടുത്താൻ വേണ്ടി, അവർ കെടുത്തുവാൻ വേണ്ടി, കെടുത്തുവാനായി. അതാണ് ലാമു തഅലീൽ എന്നതിന് പറയാം. ലി യുത്ഫിഉ, ലാമു തഅലീൽ എന്ന് പറയും. ഇലാവൻ യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു, ലി യുത്ഫിഉ അവർ കെടുത്തുവാൻ വേണ്ടി, കെടുത്തുവാനായി ഉദ്ദേശിക്കുന്നു. ആരെ? നൂർ അല്ലാഹ്, അള്ളാഹുവിന്റെ നൂറിനെ, അള്ളാഹുവിന്റെ നൂറിനെ. എന്തുകൊണ്ട്? ബി അഫ്വാഹിഹിം, ബി അഫ്വാഹിഹിം. അഫ്വാഹ് പറഞ്ഞ അഫ്വാഹ് എന്ന ഫമുൻ എന്നുള്ളതിന്റെ ബഹുവചനാണ്. ഫമുൻ അതിന്റെ ബഹുവചനാണിത് അഫ്വാഹ്. ഫമുൻ, ഈ ഫമുൻ എന്നുള്ളത് ഇതിൽ മീമുണ്ട്, പക്ഷെ ആ മീം ഇവിടെ ഉണ്ടാകും. ഫമിന്റെ ശരിക്കും ജമ്മയിൽ എന്ത് വേണം അതൊക്കെ വേണ്ടേ, ഇതിൽ മീമില്ല. അത് പോകാൻ കാരണം ഈ ഫമുൻ എന്നുള്ളത് പിന്നെ ഇതിൽ വ്യാകരണത്തിലുണ്ടല്ലോ, അസ്മാവുൽ ഖംസ് ഉണ്ട്, അസ്മാവുൽ സിത്തയായിരുന്നു. അബുൻ അഖുൻ ഹമുൻ കദാക വ അഖുൻ, അബുൻ അഖുൻ ഹമുൻ കദാക വഹനൻ, അബുൻ അഖുൻ ഹാമുൻ കദാക വഹനൻ വന്നഖ്സ് ഫി ഹാദൽ അഖീരി അഹ്സനു എന്ന് പറഞ്ഞിട്ട് അസ്മാവുൽ ഖംസ് ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഫമു എന്നുള്ളതും റു എന്നുള്ളതും. ഈ ഫമ എപ്പോഴും ഫമുൻ എന്ന് പ്രയോഗിക്കൂല, പിന്നെയോ ഫു എന്നെ പ്രയോഗിക്കാം. അല്ലെങ്കിൽ ഫ, അല്ലെങ്കിൽ സി. നസ്ബിന്റെ സമയത്ത് ഫ എന്നും റഫിന്റെ സമയത്ത് ഫു എന്നും അല്ലെങ്കിൽ സി എന്നാ പ്രയോഗിക്കാം. ചിലപ്പോൾ ഇതല്ല, ഇത് ചിലപ്പോൾ ആളുകൾ അർത്ഥം വെക്കുമ്പോൾ സി എന്നുള്ളതിന് ചിലപ്പോൾ ഇൽ എന്നുള്ള അർത്ഥം വെക്കും. ശരിക്കും അങ്ങനെയല്ല. പിന്നെ അബുൻ,
അബൂ എന്നാ പറയാ, അബ, അബി, അല്ലെങ്കിൽ അഹു, അഹി, അഹ, അങ്ങനെ പ്രയോഗിക്കാം. അതേപോലെ ഹമുൻ എന്നുള്ളത്. ഈ തിമിംഗലത്തിനെ കുറിച്ച് പറയും അറബിയില്. കൽഹൂതി ലാ യക്ഫീഹി മാ യർവീഹി യഗ്മാ ഇലൽ മാഇ വഫൂഹു ഫീഹി. കൽഹൂതി, ചില മനുഷ്യന്മാര് തിമിംഗലത്തിനെ പോലെയാണ്. തിമിംഗലത്തിന്റെ പ്രത്യേകത എന്താ? കൽഹൂതി മാ യക്ഫീഹി മാ യർവീഹി എന്നാണ്. ഈ തിമിംഗലം എവിടെ ഉണ്ടാകാം? ആഴക്കടലിലാണ് ഉണ്ടാകുക. ലാ യക്ഫീഹി മാ യർവീഹി, അതിന് ദാഹം തീർക്കുന്ന വെള്ളം അതിന് മതിയാവൂല. പിന്നെയോ യഗ്മാ ഇലൽ മാ, അത് വെള്ളത്തിലേക്ക് വീണ്ടും ഊളിയിട്ടുകൊണ്ടിരിക്കും. വഫൂഹു ഫീഹി, യഥാർത്ഥത്തിൽ തിമിംഗലത്തിന്റെ തൊള്ള എവിടെയുള്ളത്? ഫീഹി, വെള്ളത്തിലാണുള്ളത്. അപ്പൊ തന്റെ വായ വെള്ളത്തിലായിരിക്കെ തന്നെ തിമിംഗലം ചെയ്യും വെള്ളത്തിലേക്ക് വീണ്ടും ഊളിയിട്ട് പോകും. അപ്പൊ ആർത്തിയുള്ള മനുഷ്യന്മാരെ കുറിച്ച് പറയാം അങ്ങനെ അറബിയിൽ. കൽഹൂതി ലാ യക്ഫീഹി മാ യർവീഹി യഗ്മാ ഇലൽ മാഇ വഫൂഹു ഫീഹി. അവിടെ വഫൂഹു എന്നാണ് എന്താ? അതിന്റെ തൊള്ള എന്നാണ്. അതിന്റെ ഫമ് എന്നാണ് അതിന്റെ. അവിടെ ഫമ് എന്ന് പ്രയോഗിച്ചില്ല, പിന്നെ എന്തേ പ്രയോഗിച്ചുള്ളൂ? ഫൂ എന്നെ പ്രയോഗിച്ചുള്ളൂ. അല്ലേ? അതുകൊണ്ടാണ് ഇതിന്റെ ബഹുവചനം എന്തായത്? അഫ്വാഹായത്. അത് ഫൂ എന്നുള്ളതിന്റെ ബഹുവചനാണ് അപ്പൊ അഫ്വാഹ്, അല്ലെങ്കിൽ ഫമിന്റെ ബഹുവചനാണ് അഫ്വാഹ്. എന്തുകൊണ്ട് ഫമിൻ്റെത് ഇങ്ങനെ വന്നത്? ഇതാണ് കാരണം. ഈ അസ്മാഉൽ ഖംസ ഇത് അതിങ്ങനെ പ്രയോഗിക്കൂല, ഫമുൻ എന്നുള്ളത് പ്രയോഗിക്കൂല. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവിടെ അഫ്വാഹ് ഏകവചനം തന്നെ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട്. അഫ്വാഹ് എന്ന് പറഞ്ഞാൽ ഫമിന്റെ ബഹുവചനം അഫ്വാഹ്. വായകൾ കൊണ്ട് അള്ളാഹുവിന്റെ നൂറിനെ കെടുത്തുവാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നു. വല്ലാഹു മുതീമു നൂരിഹി, ഇവിടെ വാവ് ഇതും ഹാലിന്റെ വാവാണ്, ഇതും ഹാലിന്റെ വാവാണ്. അപ്പൊ വല്ലാഹു, അള്ളാഹു ആകട്ടെ അവൻ ഏതവസ്ഥയിലാണ്? മുതിമ്മു നൂരിഹി, അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നവനായ അവസ്ഥയിലാണ്. അള്ളാഹു അവന്റെ പ്രകാശത്തെ മുത്തിമു എന്ന അസമ പൂർത്തീകരിച്ചു. മുത്തിമു പൂർത്തീകരിക്കുന്നവൻ. നൂരിഹി തന്റെ പ്രകാശം. അപ്പൊ അള്ളാഹു തന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നവനാണ്. ആ അവസ്ഥയിലായിരിക്കെ അവരെന്ത് ചെയ്യാണ്? അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു. വലൗ കരിഹൽ കാഫിറൂൻ, കരിഹ വെറുത്തു, നീരസപ്പെട്ടു. ലൗ കരിഹ നീരസപ്പെട്ടുവെങ്കിലും വെറുത്തെങ്കിലും. ആര്? അൽ കാഫിറൂൻ, അവിശ്വാസികൾ. അവിശ്വാസികൾ വെറുത്താലും. അതിന് മുമ്പിൽ വാവുൽ ഹാൽ വന്ന്. അവിശ്വാസികൾ അള്ളാഹുവിന്റെ നൂറിനെ അള്ളാഹു പൂർത്തീകരിക്കുന്നത് വെറുക്കുന്ന അവസ്ഥയിലാണെങ്കിലും അള്ളാഹു തന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ ഇവര് ഇത് പൂർത്തീകരിക്കുന്നതിനെ വെറുക്കുന്ന അവസ്ഥയിലാണുള്ളതെങ്കിലും അള്ളാഹു തന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുന്ന അവസ്ഥയിലാണ്. എന്നിരിക്കെ അവരുടെ വായകൾ കൊണ്ട് ആ പ്രകാശത്തെ കെടുത്തുവാൻ അവർ ഉദ്ദേശിക്കുന്നു. അവിടെ നൂറുള്ള എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം എന്താ? അള്ളാഹിന്റെ പ്രകാശം. അള്ളാഹിന്റെ പ്രകാശം എന്ന് പറഞ്ഞാല് അള്ളാഹ്ക്ക് പ്രകാശമുണ്ട്, നമുക്കറിയാം. എന്താ അള്ളാഹ്ക്ക് പ്രകാശം? അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, അള്ളാഹു വാനങ്ങളുടെയും ഭൂമിയുടെയും നൂറാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ കാണാം അള്ളാഹ്ക്ക് എന്ത് പേരുണ്ട്? അന്നൂർ എന്ന് പേരുണ്ട്. അള്ളാഹ്ക്ക് നൂറുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വജ്ഹിന് നൂറുണ്ട്. നൂറ് വജ്ഹിഹി, ഇങ്ങനെ ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ വജ്ഹിന്റെ മുഖത്തിന്റെ പ്രകാശം. അള്ളാഹു അവന്റെ മറ നീക്കിയിരുന്നുവെങ്കിൽ, അള്ളാഹുവും പടപ്പുകളും തമ്മിലൊരു ഹിജാബുണ്ട്. ആ ഹിജാബിനെ നീക്കിയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മുഖത്തിന്റെ പ്രകാശം അത് എത്തുന്നേടെ മുഖ്യ അതെന്തെയും കരിച്ചു കളയുമായിരുന്നു. അത്രമാത്രം പ്രകാശമാണ് അള്ളാഹുവിന്റെ വജ്ഹി. അള്ളാഹു തന്നെയും പ്രകാശമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുവോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നൂറുൻ അന്ന അറ, പ്രകാശമാണ്, ഞാൻ എങ്ങനെ അവനെ കാണാനാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൂറുണ്ട്. അള്ളാഹുവിന്റെ മുഖത്തിനും നൂറുണ്ട്. അള്ളാഹു തന്നെയും ആരാണ്? നൂറാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ നൂറിനെ തേടുന്നത്. നമ്മൾ നൂറിനെ അള്ളാഹിനോട് തേടുന്നില്ലേ? അല്ലാഹുമ്മ ഇജാൽ ഫീ അമാമി നൂറ
ഫി വറാഇ നൂറ വഅൻ യമീനി നൂറ വമിൻ യസാരി നൂറ ഫി ഫൗഖി നൂറ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വജഅൽ ഫീ ഖൽബി നൂറ, എൻ്റെ പ്രകാശത്തിൽ നീ നൂറിനെ നിശ്ചയിക്കാറുണ്ട്. കാരണം അള്ളാഹു നൂറാണ്, അവൻ്റെ വജ്ഹിന് നൂറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശങ്ങളിലും ഭൂമിയിലും നൂറ് ചൊരിയുന്നവൻ. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രകാശം തേടാണ് അന്ധകാരത്തിന് പകരമായിട്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന നൂറ് എന്താ? അള്ളാഹുവിന്റെ നൂറ്. അത് അള്ളാഹുവിന്റെ പ്രകാശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഇസ്ലാമാണ്, അതുകൊണ്ട് ഉദ്ദേശം ഇസ്ലാമാണ്. ചിലർ പറഞ്ഞില്ല അതുകൊണ്ട് ഉദ്ദേശം ഖുർആനാണ്. ചിലർ പറഞ്ഞ അതുകൊണ്ട് ഉദ്ദേശം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിന്റെ ദീനാണ് അതുകൊണ്ട് ഉദ്ദേശം. ചിലർ പറഞ്ഞത് അള്ളാഹിന്റെ ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശം. ചിലർ പറഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉദ്ദേശം. അപ്പൊ അവർ അള്ളാഹുവിന്റെ നൂറിനെ ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നതാണ്, ഇസ്ലാം ദീനിനെ കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെടുത്താൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഖുർആനിനെ കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു. മൂന്നായാലും പ്രശ്നമൊന്നുമില്ല, ഉദ്ദേശം ഒന്നാണ്. അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ നൂറിനെ അവർ കെടുത്താൻ ഉദ്ദേശിക്കുന്നു. വല്ലാഹു മുതിബു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. കാഫിറുകൾ നീരസപ്പെടുന്ന അവസ്ഥയിലാണെങ്കിലും അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നവനാണ്. ആ അവസ്ഥയിലായിരിക്കാണ് ഇവർ ഈ പണി ചെയ്യുന്നത്. അപ്പൊ എത്ര ബോഷ്കാണ്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ദീൻ പൂർത്തീകരിക്കപ്പെടും, ഈ ദീന് പൂർത്തീകരിക്കപ്പെടും. രാവും പകലും എത്തുന്നിടം വരെ എത്തുന്നിടത്തല്ലോ എന്ത് ചെയ്യും, ഈ ഇസ്ലാം എത്തും എന്ന് അള്ളാഹു എന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരിക്കൽ ഒരു നക്ഷത്രത്തെ കാണിച്ച് എന്നിട്ട് പറഞ്ഞ് ആ നക്ഷത്രം നിൽക്കുന്നിടത്ത് ഇസ്ലാം എത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഭൂമി ചുരുട്ടപ്പെട്ട് അതിന്റെ മശ്രിഖും മഗ്രിബും റസൂലുള്ളാഹിക്ക് ചുരുട്ടി വന്നിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, എനിക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ചുരുട്ടി കാണിക്കപ്പെട്ട ഇടം എത്രയാണോ അത്രയും സ്ഥലം ഏതെത്തും, ഈ ഇസ്ലാം എത്തും എന്ന് പറഞ്ഞു. ഒരിക്കൽ സഹാബികളോട് ചോദിച്ചു, ആദ്യം റോമയാണോ അതല്ല കുസ്തന്തീനിയയാണോ വിജയിച്ചടക്കപ്പെടുക? റോമ സാമ്രാജ്യം, അതല്ല കുസ്തന്തീനിയ കോൺസ്റ്റാന്റിനോപ്പിൾ, അതാണ് രണ്ടിലേതാണ് വിജയിച്ചടക്കപ്പെടുക എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബികൾക്കറിയില്ലല്ലോ, കാരണം അതൊരു ഫ്യൂച്ചറിൽ നടക്കേണ്ട സംഗതിയാണ്. റസൂലുള്ളാഹി വഹയിലൂടെ പറഞ്ഞു റോമയാണ് ആദ്യം വിജയിച്ചടക്കുക, പിന്നീട് കുസ്തന്തീനിയ വിജയിച്ചടക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ഹാഖിന്റെ മക്കൾ എന്ത് ചെയ്യും, പിന്നെ അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇത് തുർക്കിയെ ഉദ്ദേശിച്ചിട്ട്, അല്ലെങ്കിൽ തുർക്കി ആ ഭാഗം യൂറോപ്പിനെ ഉദ്ദേശിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ഹാഖിന്റെ മക്കളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടുകളെ, കുസ്തന്തീനിയയും അതിനോടനുബന്ധിച്ച നാടുകളെയും ഇസ്ലാമിനെ എന്ത് ചെയ്യും, കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിനം വന്നാൽ ഇസ്ലാമിന് എന്തുണ്ടാവും, വിജയം ഉണ്ടാവും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പൂർത്തീകരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദീനിനെ വായ കൊണ്ട് ഊതിക്കെടുത്താനാണ് ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയാണ്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഹുവല്ലദീ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, അവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല. അല്ലദീ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവനാണ് അവൻ, അള്ളാഹു അല്ലദീ എങ്ങനെയുള്ളവനാണ്, അർസല റസൂലഹു അവൻ തന്റെ റസൂലിനെ അയച്ചിരിക്കുന്നു. എന്തുമായി? ബിൽ ഹുദ വദീനിൽ ഹഖ്. ബിൽ ഹുദ, ഹുദ എന്ന് പറഞ്ഞാൽ അവിടെ സന്മാർഗം, ദീനിൽ ഹഖ് ഹക്കിന്റെ മതം, ദീൻ. ഇതുകൊണ്ട് ഉദ്ദേശം ഈമാനാണ്, ഇതുകൊണ്ട് ഉദ്ദേശം അമൽ കർമ്മവാണ്, ഇതുകൊണ്ട് ഉദ്ദേശം അഖീദയാണ്, ഇതുകൊണ്ട് ഉദ്ദേശം ശരീഅത്താണ്. അപ്പോൾ ഹുദ കൊണ്ടും ദീനുൽ ഹഖ് കൊണ്ടും തന്റെ റസൂലിനെ നിയോഗിച്ചവനാകുന്നു അള്ളാഹു. എന്തിന്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ലിയുദ്ഹിറഹു, ഇവിടെ ലിയുദ്ഹിറഹു എന്ന് പറഞ്ഞാൽ ലാമ് നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ തഅലീലിന് വേണ്ടി. യുദ്ഹിറ എന്ന് പറഞ്ഞാൽ യുഅലിയ എന്നർത്ഥം, മേലെയാക്കാൻ, ഉപരിയിലാക്കാൻ. ലിയുദ്ഹിറഹു, അതിനെ, അതിനെന്താണ് ഈ ദീനുൽ ഹഖിനെ
മേലെയാക്കാൻ. ഏതിന്റെ മേലെ? അലദ്ദീനി കുല്ലിഹി. അദ്ദീൻ എന്നാൽ എല്ലാ മതങ്ങളും, എല്ലാ ദീനും. അലദ്ദീൻ എന്ന ദീനിന്റെ മേൽ, എല്ലാ മതങ്ങളുടെയും മേലെ, മീതെ. കുല്ലിഹി എന്ന് പറഞ്ഞാൽ അതിന് തൗക്കീദാണ്. എല്ലാ മതങ്ങളും അതിന് മേലെ ദീനുൽ ഇസ്ലാമിനെ ആക്കാൻ വേണ്ടി. അപ്പൊ ഹുവല്ലദീ അർസല റസൂലഹു, അള്ളാഹു അവനത്രേ തന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചയച്ചത്. അർസല എന്ന് പറഞ്ഞാൽ ബഅസ, നിയോഗിച്ചത്. എന്തുകൊണ്ട്? ബിൽ ഹുദ, ഹുദ കൊണ്ടും വദീനുൽ ഹഖ്, ദീനുൽ ഹഖ് കൊണ്ടും. ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം, ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഹഖിന്റെ ദീൻ. ഇവിടെ ഹഖിന്റെ ദീൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം കർമ്മങ്ങളാണ്, ശരീഅത്താണ്, അല്ലെങ്കിൽ ശറഅാണ്. ഹുദ കൊണ്ടുള്ള ഉദ്ദേശം ഈമാനാണ്, അഖീദയാണ്. അപ്പൊ വിശ്വാസവും കർമ്മവും. ചിലർ പറഞ്ഞ ഇൽമും അമലും. ഹുദ എന്ന് പറഞ്ഞാൽ ഇൽമ്, ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അമല്. എന്തിനാണ് ഹുദ കൊണ്ടും ദീനുൽ ഹഖ് കൊണ്ടും റസൂലിനെ നിയോഗിച്ചത്? ലിയുദ്ഹിറഹു, അതിനെ മേലെയാക്കുന്നതിന് വേണ്ടിയാണ്. അബ്ഹറ എന്ന് പറഞ്ഞാൽ ആ അർത്ഥമുണ്ട്. നമുക്കറിയാം അള്ളാഹ്ക്കൊരു പേരുണ്ട്, അള്ളാഹിർ എന്ന്, അല്ലേ? അള്ളാഹ്ക്ക് അള്ളാഹിർ എന്ന പേരുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ അള്ളാഹിർ എന്ന പേര്? ഏത് സൂറത്തിലാണ് അള്ളാഹ്ക്ക് അള്ളാഹിർ എന്ന ഏത് സൂറത്തിലാണ് പറഞ്ഞത്? ഹദീദ്, സൂറത്തുൽ ഹദീദിലാണ്. അപ്പൊ അള്ളാഹ്ക്ക് എന്തുണ്ട്? അള്ളാഹിനെ കുറിച്ച് ഹുവൽ അവ്വൽ, അതേപോലെ തന്നെ ഹുവൽ അവ്വൽ വൽ ആഖിർ, അള്ളാഹു അവ്വലാണ് ആഖിറാണ്. അള്ളാഹിർ വൽ ബാത്തിൻ, അള്ളാഹു മാഹിറാണ്. മാഹിർ എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻത മാഹിറു ഫലൈസ ഫൗഖക ഷൈ, അൻത മാഹിർ, അള്ളാഹു നീ അള്ളാഹിറാണ്. അതിന്റെ നിർവചനം പറയണം. എന്താ അള്ളാഹിർ എന്ന് പറഞ്ഞാൽ ഫലൈസ ഫൗഖക ഷൈ, നിന്റെ മീതെ വേറൊന്നുമില്ല. അപ്പൊ എല്ലാത്തിന്റെയും മീതെയാണ് ആര്? അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് എന്ത് പേര്? അള്ളാഹിർ എന്ന പേര്. അപ്പൊ അബ്ഹറ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്, മേലെയാകുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇവിടെ ആ ഉദ്ദേശമാണ്. ലിയുദ്ഹിറഹു, ഇസ്ലാമിനെ മേലെയാക്കാൻ വേണ്ടി. ഏതിന്റെ മേലെ? അലദ്ദീനി കുല്ലിഹി, മുഴുവൻ ദീനുകളുടെയും മേലെ. വലൗ കരിഹൽ മുശ്രികൂൻ, ഇവിടെ വാവ് ഇതേപോലെ തന്നെ വാവാണ്, വാവുൽ ഹാലാണ്. ലൗ എന്ന് പറഞ്ഞാൽ ശർത്തിയ, കരിഹ വെറുത്തു, നീരസപ്പെട്ടു. അൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങൾ, ബഹുദൈവ വിശ്വാസികൾ, മുശ്രിക്കീങ്ങൾ നീരസപ്പെടുന്ന അവസ്ഥയിലാണെങ്കിലും, വെറുക്കുന്ന അവസ്ഥയിലാണെങ്കിലും, മുഴുവൻ മതങ്ങളുടെയും മീതെ ഇസ്ലാമിനെ ആക്കുന്നതിന് വേണ്ടി ദീനുൽ ഹഖ് കൊണ്ടും ഹുദ കൊണ്ടും തന്റെ റസൂലിനെ നിയോഗിച്ചവനാകുന്നു അള്ളാഹു. ഇതുവരെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് തുടക്കം നോക്കി, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനുൻ മർസൂസ്. അതുവരെയുള്ള ആ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചിലർ ജിഹാദിനെ ആവശ്യപ്പെട്ടു. ജിഹാദുള്ളാണ്. ജിഹാദ് ശറഅാക്കിയപ്പോൾ ചിലർ എന്ത് ചെയ്ത് അതിൽ വിമുഖരായി, അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചു, അതിൽ നിന്ന് പിന്തുന്ന അവസ്ഥയിലായി. അപ്പോൾ ആ വിഷയത്തിലാണ് എന്തിനെ ഇറങ്ങിയത്? സൂറത്ത് സഫ് അവതീർണമായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വാനങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അള്ളാഹ്ക്ക് തസ്ബീഹിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തസ്ബീഹിലായിരിക്കാം. പിന്നെ കുറച്ച് ആളുകൾ, മനുഷ്യന്മാർ കുറച്ച് ആളുകൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തില്ല, വിചാരിച്ചിട്ടെന്തില്ല, അതൊരു നിശ്ചയമല്ല. നിങ്ങൾ ചെയ്യാത്തത് എന്തിനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ പറയുന്നത്? എന്താണ് വേണ്ടത്? ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനുൻ മർസൂസ്. ജിഹാദ് ആവശ്യപ്പെട്ട അള്ളാഹു ശറഅാക്കി. ഇത് ചെയ്യേണ്ടത് അണിയായി ഒരുമിച്ച് നിന്നിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയാണ്. അള്ളാഹു ശറഅാക്കിയത്, പ്രവാചകൻ പറഞ്ഞത് പ്രാവർത്തികമാക്കിയിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? അതിന് ചില ഉദാഹരണം പറഞ്ഞതാണ്. ഒന്ന് മൂസാന്റെ ഉദാഹരണം, വൈദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി തുടങ്ങിയിട്ട്. പിന്നെ രണ്ടാമത്തേത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഉദാഹരണം, വൈദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും എന്ന് പറഞ്ഞിട്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഉദാഹരണവും. അതായത് നബിമാരെ ധിക്കരിക്കാൻ പാടില്ല, ജൂതന്മാരെ പോലെ, ഇസ്രായേലിയരെ പോലെ എന്നുള്ളത് പഠിപ്പിക്കാനാണ് രണ്ടായിട്ട് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തുടർന്ന് പറയുന്നത്, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹ്, അതേപോലെ തന്നെ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം
പിന്നെ ഹുവല്ലദീ അർസല റസൂലഹു, അതായത് ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കും എന്നുള്ള ആ കാര്യങ്ങൾ ഉണർത്തിയതിനു ശേഷം വീണ്ടും തുടക്കത്തിലേക്ക് അള്ളാഹു മടങ്ങുകയാണ്. എന്താ തുടക്കം? ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിലേക്ക് അള്ളാഹു വീണ്ടും മടങ്ങണം. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. യാ അയ്യുഹല്ലദീന ആമനു, എന്താ? വിശ്വസിച്ചവരെ. അള്ളാഹു അല്ലദീന ആമനു, വിശ്വസിച്ച ഒരു കൂട്ടർ, അവരെ വിളിക്കുകയാണ്. യാ അയ്യുഹ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ വിളിക്കുകയാണ്. ഹൽ അദുല്ലുക്കും, എന്താ ഹൽ അദുല്ലുക്കും? ഹൽ എന്നുള്ളത് ഇസ്തിഫാമാണ്. അദുല്ലുക്കും, അതുല്ലു എന്നുള്ളത് ദല്ല എന്നുള്ളതിൽ നിന്നാണ്. ദല്ല നമ്മൾ അറിയിച്ചു, ദലീൽ, ഗൈഡ്, അതെല്ലാം അറിയിച്ചു. യദുല്ലു അവൻ അറിയിക്കുന്നു, അതുല്ലു ഞാൻ അറിയിക്കുന്നു. ഹൽ അതുൽ ഞാൻ അറിയിക്കട്ടെ. ആരെ? നിങ്ങളെ. അതുല്ലുക്കും നിങ്ങളെ ഞാൻ അറിയിക്കട്ടെ. എന്തിനാ അറിയിക്കട്ടെ? ഹൽ അതുല്ലുക്കും അലാ തിജാറത്തിൻ. തിജാറത്ത് എന്താ? കച്ചവടം. എന്തിനാ ഈ തിജാറത്ത് എന്ന് പറയാൻ? ലാഭം ഉദ്ദേശിച്ച് റഅ്സുൽ മാലിൽ നടത്തുന്ന ക്രയവിക്രയമാണ് എന്ത്? തിജാറത്ത്. അത്തസറുഫു ഫി റഅ്സിൽ മാൽ ബിഖസ്ദി റിബഹ് എന്നാണ് അറബിയിൽ പറയാം. റിബഹ് ഉദ്ദേശിച്ച് മൂലധനത്തിൽ നടത്തുന്ന ക്രയവിക്രയം, അതിനാണ് എന്ത് പറയാം? തിജാറത്ത് എന്ന് പറയാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിജാറത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിലേക്ക് ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെ അലാ തിജാറത്തിൻ, ഒരു തിജാറത്തിന്. ആ തിജാറത്തിന്റെ പ്രത്യേകത തുൻജീക്കും. എന്താ തുൻജീക്കും? തിജാറത്ത് തുൻജി, അത് അഞ്ചാന്നുള്ളതില്ല. അഞ്ചാന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി. രക്ഷപ്പെടുത്തി. യുൻജി രക്ഷപ്പെടുത്തും, തുൻജി അത് രക്ഷപ്പെടുത്തും. തിജാറത്താണ് അതിന്റെ ഫായില്. അപ്പൊ തുൻജി ആ തിജാറത്ത് രക്ഷപ്പെടുത്തും. ആരെ രക്ഷപ്പെടുത്തും? നിങ്ങളെ രക്ഷപ്പെടുത്തും. എവിടെ നിന്ന്? മിൻ അദാബിൻ അലീമിൻ. അദാബ് എന്ന ശിക്ഷ, അലീം നോവേറ്റുന്ന ശിക്ഷയിൽ നിന്ന് ആ കച്ചവടം നിങ്ങളെ രക്ഷപ്പെടുത്തും. അങ്ങനെയുള്ള ഒരു തിജാറത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. എന്താണ് ആ തിജാറത്ത്? അത് നീ പറയാൻ പോകുന്നുണ്ട്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ്. അതാണ് നമ്മൾ പറഞ്ഞത്. ആയത്തിന്റെ തുടക്കമായിട്ട് ഇവിടെ എന്ത് ചെയ്യണം? അള്ളാഹു ബന്ധിപ്പിക്കുകയാണ്. അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് വിശ്വാസത്തിന് അപ്പുറം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ തിജാറത്തിന്റെ ശറയിലുള്ള ഉദ്ദേശം എന്താണ്? മൂലധനത്തിൽ നടത്തുന്ന ഇടപാടാണ്, ലാഭം ഉദ്ദേശിച്ചിട്ട്. ഇവിടെ അള്ളാഹു തിജാറത്ത് എന്നാ പറഞ്ഞത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏത് തിജാറത്താ? തിജാറത്തോന്ന് ഉദ്ദേശിക്കുന്നത് ഈമാനും അമലുമാണ്. ജിഹാദ് ഉൾപ്പെടെയുള്ള അമലും അതിന് മുമ്പിലുള്ള ഈമാനാണ്. അതാണ് തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ്. അപ്പൊ ഈമാനും ജിഹാദാണ് അവിടെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വരും. ഈമാനും ജിഹാദുമാണ് ഉദ്ദേശം. ജിഹാദ് എന്നുള്ളത് പ്രത്യേകം, അതിന്റെ ഉദ്ദേശം ഇവിടെ മൊത്തത്തിൽ അമലാണ്, കർമ്മമാണ്. അപ്പൊ ഈമാൻ വിശ്വാസവും അമൽ കർമ്മവുമാണ് ഇവിടെ തിജാറത്ത്. എന്ത് തിജാറത്തിന്റെ ഉദ്ദേശം? ലാഭം ഉദ്ദേശിച്ചിട്ടല്ലേ നമ്മളതിൽ കൈക്രിയ നടത്തുന്നത്, ഇടപാട് നടത്തുന്നത്. നമ്മൾ അമല് ചെയ്യണതും വിശ്വാസം സ്വീകരിക്കണം എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടാണ്. അള്ളാഹിന്റെ അജറ് കിട്ടണം, അള്ളാഹിന്റെ സവാബ് കിട്ടണം, അള്ളാഹുവിന്റെ ജന്നത്ത് കിട്ടണം. അതാണ് ലാഭം. അപ്പൊ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണം, അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്, യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുന്നത്. അപ്പോ ഈമാനും അമലും സാലി ഉണ്ടല്ലോ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിജാറത്തിനോട് തുല്യപ്പെടുത്തിയിട്ട് എന്തുണ്ട്? വലിയ ഹിക്മത്തുണ്ട്. രണ്ടും നിർവഹിക്കുന്നത് എന്തിനാണ്? ലാഭം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് ഇവിടെ അതിന്റെ തശ്ബീഹിന്റെ ഉദ്ദേശം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അതിന്റെ ഭാഷ ഇൻഷാഅല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.